ഞാൻ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനില്ല. ഈ വിശ്വാസ പഠനം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ അച്ഛൻ പെട്ടെന്ന് എന്നോട് ടോപ്പിക്ക് മാറ്റി പറഞ്ഞു കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട്. അച്ഛൻ അന്നേരം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു അച്ഛനാണെന്ന് തോന്നുന്നു. എന്താ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പല ആംഗിളുകളിൽ പറയണം. നമുക്കെല്ലാത്തിനും കൂടെ ഒരു സമയമില്ല. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഇതിനകത്ത് ഞാൻ പഠിപ്പിക്കുകയല്ല. വിവാഹം കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്നെ പഠിപ്പിക്കാനാണ് പ്രധാനമായിട്ട് നടക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനനുസരിച്ച് നമ്മൾ ഉത്തരവൊക്കെ തന്ന് നിങ്ങൾ ചോദ്യമൊക്കെ ചോദിച്ചൊരു ഇൻട്രാക്റ്റീവ് സെഷനായി കഴിയുന്നുണ്ടെങ്കിൽ വളരെ ലൈവാണ്. അതല്ല ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ ബോറിങ്ങാണ്. കല്യാണം കഴിച്ചവരാദ്യം എന്നോട് പറയേണ്ട എന്തിനാ കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത് എന്തിനാ? കുടുംബമായിട്ട് ജീവിക്കാൻ വിവാഹം കഴിച്ചു. കമ്പാനിയൻ. അത് നല്ല ആൻസർ. പിന്നെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കല്യാണം കഴിച്ചു അല്ലേ? പിന്നെ വിവാഹം കഴിക്കാതെ കുടുംബജീവിതം ഉണ്ടാകും? എന്തോ പാരമ്പര്യം നിലനിർത്താൻ. പിന്നെ മറ്റുള്ളവർ ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഡോക്യുമെന്റാണ്. നമ്മൾ മറ്റുള്ളവരെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. രാജേഷ് ഇതെല്ലാം ഇങ്ങനെ. പിന്നെ അപ്പൊ ഇങ്ങനെ വിവിധ ഉത്തരങ്ങളുണ്ട്. ഞാനിതെന്തിനാ പറയുന്നത്, അതെന്ത് ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി അതൊന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇനി അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അടുത്ത തലമുറയൊന്ന് പഠിപ്പിക്കണം. ഈ നാട്ടിലെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വിവാഹത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ വളരെ വ്യത്യസ്തമായി പോയി. വിവാഹത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഈ പിള്ളേര് തമാശനൊക്കെ, ഈ പിള്ളേരുടെ ലോകമാണല്ലോ എൻ്റെ ലോകം. പിള്ളേർ പറഞ്ഞ ചില തമാശകൾ, അത് വെറും തമാശയല്ലാതെ അവർ കാര്യമായിട്ട് തന്നെ കാണുന്ന ചില കാര്യങ്ങൾ. എന്നോട് പറഞ്ഞ ചില ഡെഫിനിഷൻസ് ഞാൻ പറയാം വിവാഹത്തെക്കുറിച്ച്. വെറുതെ എന്നോട് പറഞ്ഞു, വിവാഹം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിവാഹം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പൊ അവന്റെ ചിന്ത എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. വേറൊരുത്തർ എന്നോട് പറഞ്ഞാ കല്യാണം കടങ്ങളുടെ പരിഹാരത്തിനാണ്. ഞാനവനോട് ചോദിച്ചു, കുംഭസാരം കടങ്ങളുടെ പരിഹാരത്തിനാണ് വിവാഹം. അപ്പൊ അവനെന്നോട് പറഞ്ഞാ പെങ്ങളെ കെട്ടിച്ച വകയിൽ ഒരു 50,000 രൂപ കടമുണ്ടെന്ന് പരിഹരിക്കും. അപ്പൊ ഇങ്ങനെ പോകുന്നു. ഇത് നമ്മൾ തമാശയായിട്ട് പറഞ്ഞെങ്കിലും പിള്ളേർക്കൊന്നും ഈ വിവാഹത്തെ കുറിച്ചുള്ള ഒരു ഐഡിയയും ഇല്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പേരൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊന്ന് പഠിപ്പിക്കുന്നത്. എന്താണ് സഭ പഠിപ്പിക്കുന്നത്, എന്താ വേദപുസ്തകത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്, അത് നമ്മളൊന്ന് പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവരുടെ പഠനമൊക്കെ വേറെ എവിടെ നിന്നേലൊക്കെ ആയിരിക്കും. കുടുംബജീവിതത്തെ കുറിച്ചൊക്കെയുള്ള പഠിപ്പിക്കൽ ഞാൻ പറയുന്നു, സഭ പഠിപ്പിക്കണം, കുടുംബങ്ങളിൽ പഠിപ്പിക്കണം. അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി എല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒത്തിരി അപകടങ്ങൾ അതിനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ കുടുംബത്തെക്കുറിച്ച് എന്നാ പറയുന്നു? ആരാ കുടുംബം സ്ഥാപിച്ചത്? യഹോവയായ ദൈവം കുടുംബം സ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും റീസൺസ് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്? വേദപുസ്തകം ഉണ്ടോ കയ്യിൽ? അല്ലെങ്കിൽ ആരാ എടുത്ത് വായിക്കുന്നത്? വേദപുസ്തകം ഞാൻ ഒരെണ്ണമുണ്ട്, മത്തിൻ്റെയിലുണ്ട്. വേറെ ആർക്കാ വേദപുസ്തകം വേണ്ടി? അപ്പൊ കുടുംബത്തെക്കുറിച്ചുള്ള, ഞാൻ ഇതിന് മുമ്പിൽ നിൽക്കണം. കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രധാന പഠിപ്പിക്കൽ എവിടെ ആരംഭിക്കുന്നത്? വേദപുസ്തകത്തിൽ എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട്. ആരുടെ? ആദമിന്റെയും ഹവ്വയുടെയും കഥ. അവിടെയാണ് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളും നമ്മൾ പഠിക്കുന്നത്. അവിടെ എന്നാ പറയുന്നത്?
അപ്പൊ അത് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവന് തക്കതായ ഒരു തുണയെന്ന് പറയുന്നുണ്ട്. അത് വേദപുസ്തകത്തിൽ എവിടെയാണ്? ജനസിസ് ചാപ്റ്റർ 1-ലാണോ 2-ലാണോ? 2:20 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. എ സ്യൂട്ടബിൾ പാർട്ണർ. ഈ കല്യാണം കഴിച്ചവർ പറയും സൂട്ടബിൾ പാർട്ണറിന്റെ ഈ മാച്ച് നമ്മൾ ഇങ്ങനെ നോക്കുന്ന എന്നാ അതിന്റെ ചെയ്യുന്നത്? വീക്കിഷ് കളർ. അതാദ്യമായിട്ട് കേൾക്കുന്നത്. ആ, നമ്മുടെ ഈ അനുയോജ്യത നമ്മൾ കാണുന്ന, ഇപ്പൊ ഞാൻ റെഗുലറായിട്ട് വായിക്കുന്ന ഒരു പത്രം മലയാള മനോരമ ആയതുകൊണ്ടെന്ന് പറയും, ഞായറാഴ്ച മാട്രിമോണിയൽ കോളത്തിലുണ്ട് ഈ തക്ക തുണയുടെ ചില ഒന്ന്. ചിലയിടത്ത് ഹൈറ്റ് ഒക്കെ പറയുന്നുണ്ട്, ഹൈറ്റ്, വെയിറ്റ്, ഇന്ന വിദ്യാഭ്യാസം, ഇന്ന ജോലി ഉള്ള പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുയോജ്യരായ യുവതികളുടെ അല്ലെങ്കിൽ യുവാവിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു. അപ്പോൾ എന്തൊക്കെ വേണം? ഇത് അല്ല, ഹൈറ്റ് വേണം, ശരിയല്ലേ? 6 അടിയുള്ള ഒരുത്തൻ്റെ കൂടെ 4 അടിയുള്ള ഒരു പെണ്ണ് പോയാൽ തന്നെ, ആന പോലിരിക്കുന്ന ഒരുത്തയുടെ കൂടെ നരന്ന് പോലിരിക്കുന്ന ചെറുക്കം പോയത്, ഇതെല്ലാം വേണം. പക്ഷെ ഇവിടെ എന്നാ പറയുന്നത്? തക്ക തുണ. തക്ക തുണ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചാൽ തക്ക തുണ തന്നെയാണല്ലോ അല്ലേ? തക്ക തുണ തന്നെയാണോ? വിഷയം മാറ്റി. ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ പുനർജന്മത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിലും ഒന്ന് വിചാരിക്കുക, അടുത്ത ഒരു പുനർജന്മം നമുക്കുണ്ട്. അടുത്ത ജന്മത്തിലും ഇപ്പോൾ ഉള്ള ആളിനെ തന്നെ ജീവിത പങ്കാളിയായിട്ട് വേണം നിർബന്ധമുള്ളവരെന്ന് കൈ ഉയർത്തി. ചുമ്മാ ഈ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണല്ലോ. പഴയ TV കൊടുത്താൽ പുതിയ TV കിട്ടുക, പഴയ റെഫ്രിജറേറ്റർ കൊടുത്ത് പുതിയ വാങ്ങിക്കുക. അപ്പോൾ ഒരുത്തം വന്നിട്ട് പറഞ്ഞു ഇതിനെ ഒന്ന് മാറ്റി തരാമോ എന്ന് ചോദിച്ചു. എന്ന് പറയുന്നാലേ അപ്പൊ എന്താ തക്ക തുണ? നമ്മൾ ഒത്തിരി തമാശ പറഞ്ഞിട്ട് പോയിട്ട് കാര്യം. തക്ക തുണ എന്താ? നിങ്ങൾ പറ. കമ്പാറ്റബിൾ. ഓക്കെ, പിന്നെ എല്ലാം മനസ്സിലാകുന്നു, റെസ്പെക്ട് ചെയ്യുന്ന നല്ലൊരു വേദോത്സവത്തിലെ ഒരു തക്ക തുണയുടെ ഒരു ക്വാളിറ്റി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരെണ്ണം ഞാൻ പറയും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഞാനൊന്ന് പറയാം. ഈ ഏദത്തോട്ടം എല്ലാത്തിൻ്റെയും പൂർണ്ണതയാണ്, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഒരു ദിവസം കർത്താവ് നോക്കിയ മുമ്പേ പറഞ്ഞ പോലെ ആദാം താടിക്ക് കൈ കൊടുത്തിരിക്കും, എന്തോ ഒരു കുറവ്. അതുകൊണ്ട് യഹോവയായ ദൈവത്തിന് വേണമായിരുന്നുവെങ്കിൽ അന്നുള്ള സൃഷ്ടികളിൽ ഒരെണ്ണത്തിനെ ആദാമിന് തുണയായിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ കൊടുത്തില്ല. കൊടുക്കാതെ പുതിയ ഒരെണ്ണത്തിനെ ഉണ്ടാക്കി. ആരെ ഉണ്ടാക്കി? ഹവ്വയെ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്? കഥ അറിയാം. വലിയൊരു ഉറക്കമൊക്കെ വരുത്തി വാരിയെല്ലെടുത്തു. അതിൻ്റെയൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ഒരു പറച്ചിലുണ്ടല്ലോ, ഈ വാരിയലിന് വേണ്ടിയുള്ള അന്വേഷണമാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞു. എന്നോട് ഒരുത്തൻ ചോദിച്ചു, അച്ഛൻ്റെ വാരിയലിലൂടെ ഞാൻ കല്യാണം കഴിച്ചതല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ദൈവാലയത്തിന് അന്നേരം എനിക്ക് തോന്നിയത് ഇതാ ഉത്തരം, അവൾ മടത്തിൽ ചേർന്നു ഞാൻ പറഞ്ഞു. കന്യാസ്ത്രീയായി എന്തായാലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈ ആദാമിനെ ഉറക്കം വരുത്തി എന്നൊക്കെ പറയുന്നതിനകത്ത് ഈ സഭയുടെ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ വളരെ ശക്തമായ എന്നാ പറയുക ടീച്ചിങ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വെറും ഉറക്കമല്ലായിരുന്നു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അത് ധ്യാനമായിരുന്നു, അത് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയും ധ്യാനവും കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴാണ് ആദാം ഹവ്വയെ കണ്ടത്. അന്നേരം എന്താ പറഞ്ഞു? എന്താ ആദാം പറഞ്ഞു? ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാവുന്നത്. ഈ ഹവ്വ എന്നുള്ളതിനകത്ത് അതിനും പിള്ളേർക്കൊരു തമാശ ഉണ്ട്. ഒത്തിരി തമാശ പറഞ്ഞാൽ ഹവ്വ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയാം. ആദാം ഉറക്കം ഉണർന്നു, കണ്ണു തുറന്നു.
അതുവരെയും കാണാത്തൊരു സാധനം മുമ്പിൽ നിൽക്കുന്നു. അവൻ അറിയാതെ വാ തുറന്നു, ഹായ് വാ ഹാ വാ. എങ്ങനെയാണ് ഉണ്ടായത് പിള്ളേർ? എന്തായാലും പ്രാർത്ഥന കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴാണ് ഹവ്വായെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കളെ പഠിപ്പിക്കാനായിട്ടുള്ള പ്രധാന കാര്യം കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ആദ്യം മുതലേ പഠിപ്പിക്കണം. നല്ല ജീവിത പങ്കാളിയെ കിട്ടണം, സ്യൂട്ടബിൾ പാർട്ണറെ കിട്ടണം. എന്ത് വേണം? പ്രാർത്ഥിക്കണം. ആരൊക്കെ പ്രാർത്ഥിക്കണം? നിങ്ങൾ എത്ര പേര്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നുണ്ട്? ഇത് പറയുമ്പോൾ നമുക്കൊരു തമാശ, നമുക്ക് സ്വപ്നങ്ങൾ കാണും. നമ്മുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ചും ആ വിവാഹ ദിവസത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ സ്വപ്നങ്ങൾ ഇപ്പോഴേ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കിട്ടുവാൻ വേണ്ടി എത്ര അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴേ? അതാണ് വളരെ പ്രധാനപ്പെട്ട. പ്രാർത്ഥനാപൂർവമായ ഒരുക്കമാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് ആ ഒരു പ്രാർത്ഥനയുടെ ഒരുക്കം കല്യാണ ദിവസം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ഞാൻ നിങ്ങളെ 100%നെയും അങ്ങ് അടച്ചു പിടിച്ച് ആക്ഷേപിക്കുകയൊന്നുമല്ല. പക്ഷേ പല മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ ആശുപൂഷ് പരിപാടിയാണ്. അതൊക്കെ നടത്തിക്കും. പക്ഷെ നോക്കിക്കുക, അന്നത്തെ ആ പ്രാർത്ഥന ആരാധന കണ്ടിട്ടില്ലേ? എത്ര മണിക്കൂർ വേണേലും ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിരിക്കാം, എത്ര നേരം വേണേലും ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാം, എത്ര സമയം ഭക്ഷണത്തിന് പോയി നിൽക്കാം. പക്ഷെ ശുശ്രൂഷ നടത്താൻ വരുന്നുണ്ട്. ഒരുത്തം വന്ന് പറഞ്ഞ അച്ഛൻ ഒന്ന് ചവിട്ടി വിട്ടോണേ. അപ്പം വന്ന് പറഞ്ഞ എന്താ ചവിട്ടി വിടണ്ടേ? ഈ മണവാളന്റെ അപ്പനെ എങ്ങനെ നാട്ടിൽ തിരിച്ചറിയുന്നതെന്നറിയാം? ശ്രദ്ധിച്ചാൽ ഈ ഒരു ജുബായും ഒക്കെ ഇട്ട് ഒരു മാലയൊക്കെ വെച്ച് കക്ഷത്തിലൊരു ബാഗും ഒക്കെ പിടിച്ച് നടക്കുന്ന ആളാണ് മണവാളന്റെ അപ്പൻ. അദ്ദേഹം ശ്രദ്ധിച്ചാൽ ആ പുള്ളി ഇങ്ങനെ വന്ന് പറയും, പുള്ളി വന്ന് പറയും, മിക്കവാറും നമ്മളെ 11 മണിക്ക് കല്യാണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വരുമ്പോൾ തന്നെ 11:15 അപ്പം വന്നിട്ട് ഉടനെ പറയുന്ന വെച്ചാൽ പെട്ടെന്ന് തീർത്തോളം, ഒന്ന് പെട്ടെന്ന് തീർത്തോളം. അപ്പം എന്തോ കുറയ്ക്കാൻ ഒക്കുന്നത്? ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗത്തിൽ കുറയ്ക്കാൻ ഒക്കുന്ന ഒരു ഭാഗം ഏതാ? ആരാധന. അതെത്രയും പെട്ടെന്ന് കുറച്ചോ. സഭയുടെ കുറേ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചില്ലേ ഇപ്പോഴും? സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് മണവാളനാണോ മണവാട്ടിയാണോ ആദ്യം ദേവാലയത്തിൽ പ്രവേശിക്കണ്ടേ? മണവാളനോ? അല്ല, മണവാട്ടി ദേവാലയത്തിൽ പ്രവേശിച്ച് മണവാളന് വേണ്ടി കാത്തിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? മണവാട്ടി സഭ മശിഹായിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ മണവാട്ടി ദേവാലയത്തിനകത്ത് മണവാളന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു പാരമ്പര്യം സഭയ്ക്കുള്ളത്. ഇപ്പോഴും അമേരിക്കയിലെ ഏറ്റവും അവസാനം മണവാട്ടി കയറുന്നത്. നാട്ടിലാണെങ്കിലും രണ്ടുപേരും കൂടെ ഒന്നിച്ച്. ആരാ ഒന്നിച്ച വീഡിയോക്കാരനാണ് നിശ്ചയിക്കുന്നത്. അവൻ പറയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് അടിവെച്ച് ഇങ്ങോട്ട് കയറാൻ. അവൻ ആദ്യം പറയുന്ന അടിവെക്കുന്ന കാര്യം. സഭയുടെ പാരമ്പര്യം എന്ന വിഷയമല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ അടിവെച്ച് ഒരുമിച്ച് ഇങ്ങോട്ട് കയറാൻ. അപ്പൊ ഇത് വേണ്ടാന്ന് പറയാനായിട്ട് ഒരു അച്ഛനെ കൊണ്ടും കഴിയുന്നില്ല, മാതാപിതാക്കളെ കൊണ്ടും കഴിയുന്നില്ല. അവനോട് പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്താ മോനെ അങ്ങനെയല്ല, മോളെ അങ്ങനെയല്ല, ഇതാണ് സഭയുടെ പാരമ്പര്യം, നമുക്കതിനനുസരിച്ച് പോകാമെന്ന് പറയാനായിട്ട് കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഈ മന്ത്രകോടി കൂടെ ഇട്ട് കഴിഞ്ഞാൽ മണവാട്ടിക്കൊന്ന് കുരിശ് വരയ്ക്കാനോ ഒക്കോ? കുരിശ് വരച്ചില്ലേലും കുഴപ്പമില്ല, ഈ സാധനം പിടിച്ചോണ്ടിരിക്കണം. ഏതാ? ഒരു കൈ കൊണ്ട് മന്ത്രകോടി പിടിക്കണം, ഒരു കൈ കൊണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട് ഈ കാടും പടലും പിടിച്ച് ഹവ്വായിക്ക് നഗ്നത തോന്നിയപ്പോഴേ ഇത് പിടിച്ചോണ്ട്, നീ കൊച്ചെന്തിനാ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് വിടത്തില്ല. ഞാൻ പറഞ്ഞ ഒന്നൊറ്റ പ്രധാന കാര്യം, വിവാഹ ദിവസം പോലും പ്രാർത്ഥനാപൂർവമായി എത്രയോ വീടുകളിൽ വിവാഹത്തിന്റെ തലേന്ന് വെള്ളമടി, തനി മലയാള ഭാഷ, അപ്പൻ ഉൾപ്പെടെ വെള്ളമടി. അപ്പൊ അങ്ങനെ ഒരു ഫാഷനായിട്ട് വന്നിരിക്കുക. അപ്പൊ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കോട്ടയം ദേവലോക അരമനയിലെ വിവാഹമോചനത്തിന്റെ അതിന്റെ എണ്ണം പരിശോധിച്ചാൽ നമുക്കറിയാം അതിന്റെ ഒരു ഇൻക്രീസ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും മറ്റു റീസണേക്കാളൊക്കെ കൂടുതൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വമല്ല ഇതിനകത്ത് ഇടപെടുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, മോനെ തക്ക തുണയെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആദം പ്രാർത്ഥിച്ചു.
ആദാം ശരിയായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴാണ് ഹവ്വായെ കണ്ടത്. ഹവ്വായെ കണ്ടപ്പോഴേ പറഞ്ഞതാണ്, ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസം. തക്കതായ തുണയുണ്ടാകും. എന്തിന് തക്ക തുണയാണ്? നിങ്ങൾ മുമ്പേ പല കാര്യങ്ങൾ പറഞ്ഞു. വേദപുസ്തകത്തിൽ പറയുന്ന തക്ക തുണ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആദാമിന് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്വഭാവവിശേഷമുണ്ട്. ആദാമിന് മാത്രം, അന്നുള്ള മറ്റൊരു സൃഷ്ടികൾക്കും ഇല്ലായിരുന്നു. ആദാമിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹോവയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള കഴിവ്. യഹോവയുടെ സാന്നിധ്യം. അപ്പോൾ സഭയുടെ പഠിപ്പിക്കലിലെ ഒരു പ്രധാന ടീച്ചിങ് ഇതാണ്: വിവാഹം കഴിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനും ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനും. അപ്പോൾ തക്ക തുണയാകുന്ന എന്തിനാ? ജീവിത പങ്കാളിക്കും നമുക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് തക്ക തുണയാണ്. എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ വിവാഹം കഴിക്കുന്നത്? ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാലും ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാലും ആരെയെ കാണണം? അപ്പോൾ ആരെയാണ് കാണുന്നത്? ഞാൻ ഈ കൗൺസിലിംഗ് ഒക്കെ ആയതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ അവളെ കണ്ടാൽ എനിക്ക് മൂദേവിയെ പോലാണ്, അങ്ങനെ കണ്ട പിശാച് കാണുന്ന പോലെ. ആരെ കാണാനാണ് വിവാഹം കഴിച്ചത്? ഇപ്പൊ കാണുന്ന ആരെയാ? എന്താ കാര്യം? സെലക്ഷൻ തെറ്റിപ്പോയെന്നെയാണ്. സെലക്ഷൻ തെറ്റിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് ഓഫ് മാരേജ്, നമ്മുടെ ഡെഫിനിഷൻ ഓഫ് മാരേജ് തെറ്റിപ്പോയി. എന്തിനാ വിവാഹം കഴിക്കുന്നത്? സഭ പഠിപ്പിക്കുന്നു രണ്ട് മാർഗമുണ്ട്. നമ്മുടെ ദൈവശാസ്ത്രത്തിൽ നമുക്കൊരു വാക്കുണ്ട്, തെയോസിസ്, ദൈവീകരണം. അതിന് രണ്ട് മാർഗങ്ങളാണ് സഭ പറയുന്നത്. ഒന്ന് കുടുംബജീവിതത്തിലൂടെ, രണ്ട് അവിവാഹിത ജീവിതത്തിലൂടെ. ഞാനൊക്കെ ആ മാർഗം തിരഞ്ഞെടുത്തവരാണ്. 100% അതിലായെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്നിനേക്കാൾ മുകളിലോ താഴെയോ അല്ല. കുടുംബജീവിതത്തിൽ വളരെ അനുഗ്രഹകരമായ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വരം ലഭിച്ചവനല്ലാതെ ഈ വിളിക്ക് യോഗ്യനല്ല. ഞാൻ പറയാം, എനിക്ക് ആ വരം കിട്ടിയിട്ടില്ല. വിവാഹം കഴിച്ച നിങ്ങൾക്ക് ആ വരം കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവ തേജസ് അനുഭവിച്ചുകൊണ്ട് ദൈവീകരണ പ്രക്രിയ നടക്കുന്നത്. ദൈവ തേജസ്സിലേക്കുള്ള വളർച്ച. പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീനെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞ കാര്യമല്ല. കുറെ തമാശകൾ ഓർത്തിരിക്കുന്നത്, കാര്യമായിട്ടുള്ളത് പറഞ്ഞു. എന്തിനാ വിവാഹം കഴിക്കുന്നത്? ദൈവ തേജസ് അനുഭവിക്കാനായിട്ടാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ്. അതിനുള്ള മുഖാന്തരമായി തീരാൻ തക്ക തുണയാണ്. അപ്പൊ അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പല വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ സഭ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും മർത്തോമ പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ ആക്റ്റീവായിട്ട്, ഞാൻ അവരെ ആരെയും വിമർശിക്കുകയല്ല. സഭ എന്തുകൊണ്ടാണ് കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്? ജീവിത പങ്കാളികൾ രണ്ടുപേരും ഒരേ പാരമ്പര്യത്തിൽ നിന്നായാൽ എന്താ പറയുക, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സഭ അങ്ങനെ പറയുന്നത്. ഈ മറ്റുള്ളവരങ്ങ് നികൃഷ്ടരാണെന്നുള്ളതല്ല മറ്റു തന്നെ. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ പരിചയമുള്ള ആളുകളുണ്ട്. ഈ സാൽവേഷൻ ആർമിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിവാഹം കഴിച്ചു വന്ന് 1-2 പേരെ എനിക്കറിയാം. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ എനിക്കറിയാം. അവർക്ക് ഏതാനും വർഷങ്ങൾ കൊണ്ട് സഭയുടെ എല്ലാ ആരാധനാക്രമങ്ങളും, ഇപ്പൊ ഈസ്റ്ററിൻ്റെ, ക്രിസ്മസിൻ്റെ ഒക്കെ പാട്ടിട്ടാൽ ഓർത്തഡോക്സുകാരി സ്ത്രീകളെക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് പാടുന്നത് ഈ സ്ത്രീ. അപ്പം അങ്ങനെ താല്പര്യം എടുക്കുന്നവരുണ്ട്. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ആ ഒരു ദൈവത്തിലുള്ള ഐക്യം, ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം, കഴിവ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് എന്തുകൊണ്ട്? വേറൊരു കാരണം കൂടെ, ഒരു അനുഗ്രഹം ആദാമിനും ഹവ്വായിക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്. 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വിവാഹത്തിന്റെ മറ്റൊരു പർപ്പസ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാണ്. എന്നാ? വിവാഹ ജീവിതത്തിന്റെ മറ്റൊരു ആസ്പെക്ട്, കുടുംബജീവിതത്തിന്റെ മറ്റൊരു ആസ്പെക്ട് എന്നാ? കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളത്. എന്താ അതിന്റെ അർത്ഥം? ഇതൊരു വലിയ വരമാണ്, ഇതൊരു വലിയ കൃപയാണ്. ആരാ സൃഷ്ടി നടത്തുന്നത്? യഹോവയാണ് സൃഷ്ടി നടത്തുന്നത്. ആ മാതാപിതാക്കൾ, യഹോവയായ ദൈവം ഒരു മനുഷ്യനെ കൂടെ ഭൂമിയിൽ സൃഷ്ടിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആരെ ഉപയോഗിക്കുന്നു? മനുഷ്യരെ ഉപയോഗിക്കുന്നു. ഭാര്യയും ഭർത്താവിനെ, അല്ലെങ്കിൽ അപ്പനെയും അമ്മയും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്നാണ്? they are participating in the creative activity of God. Parents are the co-creators
ദൈവത്തിനു വേണ്ടി സൃഷ്ടി നടത്തുകയാണ്. അപ്പൊ അതിന് തയ്യാറെടുപ്പ് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒരു കുഞ്ഞുണ്ടാകുന്നതിന് തയ്യാറെടുപ്പ് ആവശ്യമുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. ഞാൻ യങ് കപ്പിളിനൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അപ്പൻ്റെ അമ്മയുടെയും മനസ്സിലൊരു കുട്ടി ഉണ്ടാകും. എന്നിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകാമെന്നാണ് എൻ്റെ തീർച്ചയായും. അത് മനസ്സിലായി. അല്ലാതെ ഇതൊരു എന്നാ പറയുന്നത്, ചില കുട്ടികളുണ്ട്, അൺവാണ്ടഡ് ചിൽഡ്രൻ ഉണ്ട് ഇപ്പോഴും. അതിൻ്റെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ വേണം, പ്രാർത്ഥനാപൂർവമായിരിക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകും. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. വേദോത്സവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്ത്രീയോട് പറയുന്നത് വീഞ്ഞും മദ്യവും തുടരുത്. കണ്ടല്ലേ? പഴയ നിയമത്തിൽ ശിംശോന്റെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ഒരു ക്രമമാണ്, ഒരു 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 എന്നാ പറഞ്ഞ ഒരു തയ്യാറെടുപ്പ് അതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. നല്ല കുഞ്ഞുങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് അമ്മമാരെന്നോട് പറയണം, ഈ പേരൻറ്റിങ് അല്ലെങ്കിൽ ശിശുപരിപാലനം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എപ്പോഴാ? പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആരംഭിക്കണം. അതിന് വല്ല സാങ്കത്യമുണ്ടോ? നോക്കിയേ, ഈ സയൻസിന് അത് പ്രൂവ് ചെയ്യാനായിട്ട് 20 നൂറ്റാണ്ട് എടുക്കേണ്ടി വരും. വേദോത്സവത്തിൽ അത് നേരത്തെ തെളിയിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ, 2 അമ്മമാർ തമ്മിൽ കണ്ടപ്പോൾ അതിലൊരമ്മ 6 മാസം ഗർഭിണിയായിരുന്നു. ആരാ? എലിസബത്ത്. അപ്പൊ അമ്മമാർ തമ്മിൽ കണ്ടപ്പോൾ 6 മാസം പ്രായമായ ശിശു അമ്മയുടെ ഉദരത്തിൽ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന തുള്ളിച്ചാടി അല്ലേ? അപ്പൊ അത്രമാത്രം ഒരു ശിശുവിന് ഇതുപോലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട്, ഇവിടെയാണ് നമ്മൾ ഈ പെന്തക്കോസ്റ്റൽ വിഭാഗമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു വാദം ഉണ്ടാകുന്നത്. അവർ പറയും ശിശുവിന് എന്തോ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ വേദോത്സവം അത് തെളിയിച്ചു വെച്ചാൽ, സയൻസ് ഇപ്പോൾ തെളിയിച്ചു. സയൻസ് ഇപ്പോൾ എന്താ തെളിയിച്ചിരിക്കുന്നത്? പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു അമ്മ പാട്ട് കേട്ടാൽ ശിശു ഉദരത്തിൽ ചലിക്കും. അതങ്ങനെ നോക്കുന്നത്, ശിശുവിനൊന്നും നേടാനായിട്ട് കഴിയത്തില്ലെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് ഈ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ അമ്മയുടെ മാനസിക അവസ്ഥ സന്തോഷമായിരിക്കും. എങ്കിൽ മാത്രമേ കുട്ടി അതിനനുസരിച്ച് സന്തോഷത്തോടെ ഇരിക്കും. അപ്പം അമ്മ ആ അവസരത്തിൽ പ്രാർത്ഥിക്കണം. അമ്മ ആ അവസരത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നോക്കി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഈ സന്താനപുഷ്ടി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ഒരു പർപ്പസാണ്. നോക്കി, ആധുനിക ലോകത്തിൽ എന്നാ പറയുന്നത്? ആധുനിക ലോകത്തിൽ പറയുന്നു, എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്ന്. ഐ ഡോണ്ട് വാണ്ട് എനി ചൈൽഡ്. ആ വിവാഹ ജീവിതത്തിന്റെ കൃപയെ നിരസിക്കുക. പിന്നെ പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, അതൊക്കെ പാവമാണെന്ന് പറയുന്നതിനും ഞാൻ പറയും ഈ ബാക്ക്ഗ്രൗണ്ട് ആവുക. സഭ എന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്? കാരണം കുടുംബജീവിതത്തിലാണ് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അവർക്കുണ്ടാകുന്ന കുഞ്ഞ്, അത് സഭയുടെ ടീച്ചിങ് അങ്ങനെയാണ്. അതല്ലാതെ വേറെയുള്ളതൊക്കെ പാവമാണെന്ന് സഭ അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ 2 പർപ്പസ് ഒന്ന് മനസ്സിലായോ? എന്നതാ? ഒന്ന്, തക്കതായ തുണയുണ്ടാവുക. 2, എന്നാ? നമുക്ക് മുമ്പേ പറഞ്ഞ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അത് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവുക എന്നുള്ളത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഈ കുടുംബജീവിതം വിജയിപ്പിക്കുവാനായിട്ട് ഒരു മാർഗം പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം നടത്തി 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. നമ്മളെന്താ ഈ വിവാഹ കൂദാശയിൽ വായിച്ചു കേൾക്കുന്ന വേദം 5-ാം അധ്യായം 32-ാം വാക്യം വായിച്ച്. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചിട്ട് പറയുന്നത്, നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താന്താന്റെ ഭാര്യയെ തന്നെ പോലെ, ഓരോരുത്തരും താന്താന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും. ഭയപ്പെടേണ്ടതാകുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ ഇപ്പൊ ആരും അംഗീകരിക്കുന്നില്ല. സ്വഭർത്താവിനെ ആദരിക്കുകയും വേണമെന്ന് ചില ഇത് പറയുന്നുണ്ട്. നോക്കിയേ, കുടുംബജീവിതം വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ മന്ത്രമാണ് പൗലോസ്ലീഹ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ? തന്നെ പോലെ തന്നെ സ്നേഹിക്കണം.
രണ്ടാമത് ഭാര്യ ഭർത്താവിനെ ആദരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടോ? പോരെ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ വീട്ടിൽ വഴക്കില്ല. തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും ഭർത്താവിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ഭാര്യയും ഉണ്ടെങ്കിൽ വീട്ടിൽ വഴക്കില്ല. ഞങ്ങളുടെയൊക്കെ അച്ഛൻ ഉപയോഗിക്കുന്നതാണ്, ഞങ്ങൾ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അവരാമാപ്പട വീട്ടിൽ പോയാൽ അവരവിടുത്തെ മാപ്പിള അവരുടെ വീട്ടിലാണ് അവരാ മാപ്പിളയുടെ വീട്ടിൽ. അങ്ങനെ നടത്തുള്ളൂ. എപ്പോഴും ഒരു 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 മെയിൽ ഈഗോ ഉണ്ടല്ലോ. ഞാൻ ഒത്തിരി സൈക്കോളജി ഇപ്പോൾ പറയുന്നത്, നമുക്ക് അതിൻ്റെ സമയം. ഒരു മെയിൽ ഈഗോ ഉണ്ട്. പുരുഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്നാ? റെസ്പെക്റ്റ്, അവൻ അംഗീകാരം കിട്ടും. സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്നാ? അല്ല, സ്നേഹമാണ്, പരിലാളനം. സ്ത്രീ എപ്പോഴും പരിലാളനയും സ്നേഹവും ആഗ്രഹിക്കുന്നു. പുരുഷൻ എപ്പോഴും അവൻ്റെ അതോറിറ്റി സ്ഥാപിച്ചു കിട്ടാനാണ്. അതിനകത്ത് സ്നേഹമൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ പ്രൈമർലി പുരുഷൻ എന്താ? അതോറിറ്റേറിയൻ. അത് സ്ഥാപിക്കാനായിട്ട് അവൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. വി ആർ ഓൾ ഈക്വൽസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നേച്ചറിൽ തന്നെ പുരുഷൻ ഒരു മേധാവിത്വം ഉണ്ടോ? ഇല്ല? നിങ്ങളെല്ലാം കൂടെ എന്നെ ചീത്ത വിളിക്കുക ഉണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് രണ്ടും നോക്കിക്കേ. അപ്പൊ ഈ പൗലോസ് അതിനു മുമ്പ് പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാണ്. നമ്മുടെ അധികാരിയാണ് കർത്താവ്, അധികാരിയാണ് കർത്താവ്, തലയാണ്. പക്ഷെ എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. അറ്റ് ദ സെയിം ടൈം ഏതാ? വി ആർ ദ ലീഡേഴ്സ്, ബട്ട് എന്നാ പറയുന്നത്? വി ഷുഡ് ബി റെഡി ടു ഗിവ് അവർ ലൈഫ്സ്. സാക്രിഫിഷ്യൽ ലവ്. അത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഭാര്യയുടെ ഭാഗത്തു നിന്നും റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്. ഇനി ഇത് രണ്ടും ഉള്ള ഒരു വീട്ടിൽ വളരുന്ന ഒരു കുഞ്ഞെന്താ കാണുന്നത്? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് പേരൻസിന്. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഭാര്യയുമുള്ള കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഞാൻ എൻ്റെ ഡോക്ടറൽ സ്റ്റഡീസ് ഈ വിഷയത്തിലായിരുന്നു, പേരൻറ്റിങ്ങും കുഞ്ഞുങ്ങളുടെ കാര്യം. എനിക്കതുകൊണ്ട് ഷിക്കാഗോയിലെ ഏരിയയിലെ ഒരു സ്റ്റഡിയാണ് ഞാൻ നടത്തിയത്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പറയുന്ന ഒരു നല്ല ഒരു പേഴ്സണാലിറ്റിക്ക്, ഒരാളുടെ പേഴ്സണാലിറ്റി രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് ഹെറിഡിറ്റി, പാരമ്പര്യം. രണ്ട് എൻവയോൺമെൻറ്റ്. ഹെറിഡിറ്റി നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്? 23 പേയേഴ്സ് അല്ലേ? 21 അപ്പൻ്റെ 21 അമ്മയുടേതാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവരുടെ അപ്പൻ്റെ അമ്മയുടെ. പിന്നെ അടുത്താണ് എൻവയോൺമെൻറ്റ്. എന്തൊക്കെ എൻവയോൺമെൻറ്റാണ് നമുക്കുള്ളത്? ഫാമിലിയാണ് പ്രൈമറി എൻവയോൺമെൻറ്റ്, ദെൻ ചർച്ച്, ദെൻ സൊസൈറ്റി. നോക്കിക്കേ, ഈ ഫാമിലിയിലായ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനതുകൊണ്ട് പേരൻസിനോട് പറയാറുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ആശയ വ്യത്യാസങ്ങളും കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാരണവശാലും പിള്ളേരെ കാണാൻ വഴക്കുണ്ടാക്കണം. ഇപ്പം ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മറ്റേ സൈഡ് പിടിക്കാനായിട്ട് വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിള്ളേരെ അങ്ങ് സൈഡ് പിടിക്കും. രണ്ടേ ഉള്ളല്ലോ, കുട്ടി ആണായാലും പെണ്ണായാലും ഒന്നും മതി, അത് തന്നെ കുറച്ച് കഴിഞ്ഞ് മതി എന്നാണ് ഇപ്പോഴത്തെ വാക്ക് നാട്ടിൽ. അപ്പം പിന്നെ ആകെ ഒന്നോ രണ്ടേ ഉള്ളൂ. അപ്പനും അമ്മയും വഴക്കുണ്ടാക്കും. വേറെ ആരുടെയാണ് സൈഡ് കിട്ടുന്നത്? അപ്പോൾ ആരെയാണ് സൈഡ് പിടിക്കുന്നത്? കുഞ്ഞുങ്ങളെ സൈഡ് പിടിക്കും. കുഞ്ഞുങ്ങളോട് അപ്പൻ്റെ കുറ്റം മുഴുവൻ പറയും. അങ്ങനെ ഇങ്ങനെ. അപ്പൻ എന്താ ചെയ്യും? കുഞ്ഞുങ്ങളോട് പറയും, അവള് ശരിയല്ല. ഇത് മുതലെടുക്കുന്ന ആരാന്നറിയാം? മിടുക്കന് പിള്ളേരാന്ന്. ഇവർ രണ്ടിടത്ത് നിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, എവിടെ മാതാപിതാക്കൾ വഴക്കുണ്ടാക്കുന്നുണ്ടോ അവിടെ മുതലെടുക്കുന്ന ആരാ? പിള്ളേർ. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്ന ശിശുപരിപാലനത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെ കുറെ കൂടെ ഭംഗിയായി, പിന്നെ കുറേ കാര്യങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇവിടുത്തെ സ്ട്രഗിൾസ്. ഞാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും കാണുന്നത് ഈ ബർഗറിൻ്റെ അവസ്ഥയിലാണ്. ഈ രണ്ട് ബണ്ണിൻ്റെ ഇടയ്ക്കിരിക്കുന്ന ആ ഒരു മാംസകഷ്ണം പോലെ. ഒരു വശത്തൂടെ അതിനെ നമ്മൾ പിയർ പ്രഷർ എന്നൊക്കെ പറയാം, മറുവശത്തൂടെ ട്രഡീഷൻ, പാരമ്പര്യം, മാതാപിതാക്കളുടെയും അച്ഛന്മാരുടെയും
സമൂഹത്തിൻ്റെയും പ്രഷർ ഒരു വശത്തോടെ, മറുവശത്തോടെ സൊസൈറ്റിയുടെ അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ, ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഇരുന്ന് ഞെരുങ്ങുന്ന, അത് മനസ്സിലാക്കേണ്ടത് ആരാ? പേരൻസ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം എന്നാ സംഭവിക്കുന്നത്? വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ക്ലീൻ ഇന്ത്യൻ ആയിരിക്കും, പക്ഷെ സ്കൂളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ബാഗിനകത്ത് തന്നെ ഉണ്ട് അമേരിക്കൻ ഡ്രസ്സും കിണക്കും എല്ലാം ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ ഇതിടും. എല്ലാവരും ഇല്ല, കുറച്ചൊക്കെ. പക്ഷെ നമ്മൾ ആ കുട്ടിയെ മനസ്സിലാക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് ബോധ്യമുണ്ടായാൽ ഈ ഡബിൾ പ്ലേ കളിക്കത്തില്ല. അപ്പം നമ്മളാണ് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ വളരെ കുറച്ച് പെർസെൻറ്റേജ് മാതാപിതാക്കൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് ആൻ എക്സാക്ട് കേരള ഇൻ അമേരിക്ക. ശരിക്കും സൊസൈറ്റിയെ മനസ്സിലാകുന്നില്ല. സൊസൈറ്റിയുമായിട്ട് മറ്റൊരു റിലേഷൻഷിപ്പ് ഇല്ല. ആകെപ്പാടെയുള്ള ഒരു റിലേഷൻഷിപ്പ് പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രശ്നമാണെന്ന് മൊക്കാരസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോട്ട് ചെയ്തത് കേട്ടോ. നമുക്ക് ആകെ ആട് കളിക്കാൻ ഒക്കുന്ന ഒരു സ്ഥലം ഏതാ? പള്ളി. വേറെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും. നിങ്ങൾ ഇപ്പം ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താല്പര്യം കാണിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു അമേരിക്കൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് മലയാളി കുട്ടിയും അത് തന്നെ അമേരിക്കയിലെ തന്നെ ഒരു കുട്ടിയും തമ്മിലുള്ളൊരു വ്യത്യാസം. ഒരു അമേരിക്കയിലെ ഒരു കുട്ടി ഒരു കളിക്ക് പോയാൽ അവൻ്റെ അപ്പനോ അമ്മയോ ഒരു ക്യാമറയോ ഒക്കെ എടുത്ത് അവിടെ പോയി കുത്തിയിരിക്കും. കളി അറിയത്തില്ലെങ്കിലും എൻകറേജ് ചെയ്യും. നമ്മളോ ആ സമയം കൂടെ ഒരു ഡ്യൂട്ടി ചെയ്യാൻ നോക്കും. നമ്മുടെ കൺസെപ്റ്റ് ശരിയാണ് അല്ലേ? ഈ കുട്ടിക്ക് കുറേ കൂടെ നല്ല ക്വാളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ. പക്ഷെ കുട്ടി തന്നെ ആവശ്യപ്പെടുന്നത് പണമല്ല, ക്വാളിറ്റി ടൈം. ആ ടൈം അങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ കൂടെ കളിക്കാൻ പോകണമായിരിക്കും, ചിലപ്പോൾ മൂവിക്ക് പോകണമായിരിക്കും. ഇതൊക്കെ ഉണ്ടാകാണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? പ്രത്യേകിച്ചും കാശുണ്ടാക്കാൻ തന്നെയാണ് വന്നത് അല്ലേ? ജീവിക്കാനൊരു മാർഗത്തിന് വേണ്ടിയാണ് വന്നത്, മീൻസ് ഓഫ് ലൈഫ്. ഇപ്പൊ പക്ഷെ നമ്മൾ സെർച്ചിങ് ഫോർ മീനിങ് ഉണ്ട് അല്ലേ? അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് വന്നത്. നമുക്ക് എന്ത് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കല്ലേ? വന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ കെട്ടിച്ചു വിടേണ്ട പെങ്ങളമാര് വന്നതിന്റെ ചിലവ്, ഇവിടെ കുട്ടികളുടെ പഠിത്തം. എന്താ സംഭവിച്ചു? ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് വരുന്നുണ്ട്. എപ്പോഴാണ്? ബേബി സിറ്റിംഗ് വിടരുത്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. എന്തിനാ? ബേബി സിറ്റിങ്ങിന്. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊടുത്തോണം. ഞാനൊക്കെ ഈ അച്ഛനാകാൻ പ്രധാന കാരണം എൻ്റെ വല്യപ്പന. കാരണം എൻ്റെ അപ്പൻ എയർഫോഴ്സിലായിരുന്നു, അമ്മയും കൂടെ പോകും. ഞാൻ വളർന്നത് മുഴുവൻ എൻ്റെ അപ്പൻ്റെ വല്യപ്പൻ്റെ കൂടെ. വല്യപ്പൻ്റെ കൂടെ ഞാൻ ജീവിച്ചുകൊണ്ടാണ് ഞാനൊരു അച്ഛനായെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും അച്ഛന്മാരാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കർത്താവിനെ കുറിച്ചുള്ള കൊച്ചു കൊച്ചു കഥകളും ഒക്കെ പറഞ്ഞ് രാവിലെ ഞാൻ ആയിരക്കണക്കിന് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന വല്യപ്പൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. രാവിലെ വൈകിട്ട് ഞാൻ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലെ പേര് ബിനുവിനെ ആത്മനിറമുള്ള ഒരു പുരോഹിതനാക്കണേ, വല്യപ്പൻ്റെ പ്രാർത്ഥന. ഞാനത് ആയിരക്കണക്കിന് തവണ കേട്ടിട്ടുണ്ട്. എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥന. ദൈവ കൃപയത് എനിക്കുണ്ടായി. വല്യപ്പനത് കാണാനായിട്ട് കഴിഞ്ഞു. അവൻ്റെ കൈകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ എനിക്ക് ഇടയാണ്. എൻ്റെ വല്യപ്പൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്. ഇന്നലെ ഞാൻ പ്രയർ മീറ്റിങ്ങിലും പറഞ്ഞു, ലോകപ്രകാരം നമ്മൾ എന്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും കർത്താവിനെ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുത്തതൊക്കെ വ്യർത്ഥമായിട്ട്. ലോകപ്രകാരം ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ ലക്ഷം. അങ്ങനെ ഒരു എൻവയോൺമെന്റ് അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളുണ്ടാകും. പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകും. പ്രാർത്ഥിക്കാനായിട്ട് മാത്രമല്ല അവിടെ സമയമില്ലാത്ത, പറയാല്ലാത്ത സമയമുണ്ട്. നാട്ടിലൊക്കെ ഇപ്പോൾ ഈ നാട്ടിലൊന്നും സന്ധിക്കുന്ന പ്രാർത്ഥനയൊന്നും ഇല്ല ഇപ്പോൾ കുടുംബങ്ങളിൽ. എന്നാ അവിടെ സീരിയൽ. ഞാനൊരു വീട്ടിൽ ഒന്നേകാലം അച്ഛൻ പറഞ്ഞ സമയം അവസാനം ഞാനൊരു വീട്ടിൽ ചെന്ന് പെട്ടുപോയി വൈകുന്നേരം. അന്ന് മുതൽ തീരുമാനിച്ച ഇനി മേലെ സിനിമയും സീരിയലും ഉള്ളപ്പോൾ ഒരു വീട്ടിലും സന്ദർശിക്കാൻ പോകും. ഞാനിങ്ങനെ ഒരു വീട്ടിൽ അപ്പോൾ കുടുംബനാഥ ഇങ്ങനെ ടി വിയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. ഇടയ്ക്ക് പരസ്യം വരുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു ചോദിക്കും, അച്ഛൻ എന്നോട് വിശേഷം. അപ്പൊ ഞാനൊന്ന് സംസാരിക്കും, പെട്ടെന്ന് പരസ്യം തീരും. ഇവരുടെ ശ്രദ്ധ വീണ്ടും അവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്നത്. ഞാൻ ആകമ്പാടെ അവിടെ വലഞ്ഞിരുന്നപ്പോഴാണ് കറണ്ട് പോയി. കുടുംബനാഥൻ അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നാ പ്രാർത്ഥിക്കാം. എന്താ അതിന്റെ അർത്ഥം? കറണ്ടില്ല, വേറെ ഒരു പരിപാടി നടക്കത്തില്ല. എന്നാൽ നോക്കിയാൽ പോയ ഗതികേട് നോക്കി, നമുക്ക് പറ്റിയ ഗതികേട് നോക്കി. മറ്റേ കറണ്ട് ഉണ്ടായാലും ഇല്ലേലും എന്താ പട്ടിണി ആയിരുന്നേലും കുളി കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് കുളിച്ചിട്ട് വന്നിരിക്കുമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. നമുക്ക് സമയമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെയും സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലേ. പക്ഷെ അങ്ങനെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ധർമ്മമാണ്, കടമയാണ്. ഞാൻ അവസാനിപ്പിക്കും. 1:15 വരെ അച്ഛൻ സമയം തന്നത് അവസാനിപ്പിക്കും.
ഞാൻ പറഞ്ഞ രണ്ട് കാര്യം, രണ്ട് പർപ്പസാണ് പറഞ്ഞു. ഒന്ന്, തക്ക തുണയാകണം, അത് ദൈവത്തെ അനുഭവിക്കാനായിട്ട്. രണ്ട്, നമ്മൾ വി ആർ കോ ക്രിയേറ്റേഴ്സ് ഓഫ് വിത്ത് ഗോഡ്. അത് പ്രാർത്ഥനാപൂർവം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി കുറേ അധികം സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ജീവിത രീതിയെക്കുറിച്ച്, ജീവിത ശൈലിയെക്കുറിച്ച്, അവർ ജീവിക്കുന്ന സൊസൈറ്റിയെക്കുറിച്ച്. പല മാതാപിതാക്കൾക്കും അതില്ല. ഈ സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെയധികം മാതാപിതാക്കൾക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചെങ്കിലേ അറിയത്തുള്ളൂ നമ്മുടെ കുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാകണം.